ഏഴാം ക്ലാസ് കേരള പാഠാവലിയിലെ പെയ്തുതീരാത്ത സ്വപ്നം പോലെ എന്ന പാഠഭാഗത്തിൻ്റെ വായനയാണ്. മജീദ് മജീദി സംവിധാനം ചെയ്ത സ്വർഗത്തിലെ കുട്ടികൾ അഥവാ ചിൽഡ്രൻ ഓഫ് ഹെവൻ ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഇറാനിയൻ സിനിമയായിരിക്കും. ചലച്ചിത്രോത്സവങ്ങളിലും മുതിർന്നവരുടെയും കുട്ടികളുടെയും ചലച്ചിത്ര പഠന ക്ലാസുകളിലും നിരവധി തവണ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ സിനിമ ജീവിതത്തിൻ്റെ ദുരിതവൃത്തങ്ങളുടെ നരകങ്ങളിൽ നിന്ന് ആഹ്ലാദത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്വർഗങ്ങളിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ സഞ്ചരിക്കുന്നതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ 9 വയസ്സുള്ള അലി എന്ന ആൺകുട്ടിയെയും അവൻ്റെ ഇളയ സഹോദരി സാറയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ടാണ് അപൂർവമായ ഒരു കാഴ്ചാനുഭവമായി മാറുന്ന ഈ സിനിമ വികസിക്കുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ കഥ കേൾക്കുമ്പോൾ വളരെ സാധാരണമായ ഒന്നാണല്ലോ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഒരു സാധാരണ കഥയെ എങ്ങനെയാണ് അപൂർവവും അസാധാരണവുമായ ഒരു അനുഭവമായി ദൃശ്യവൽക്കരിക്കുന്നതെന്ന് ഈ സിനിമ നമ്മെ ബോധ്യപ്പെടുത്തും. സാറയുടെ കീറിപ്പോയ ഷൂസ് തുന്നിച്ചു കൊണ്ടുവരുന്ന വഴി അലിയുടെ പക്കൽ നിന്ന് അത് നഷ്ടപ്പെടുന്നിടത്താണ് സിനിമ ആരംഭിക്കുന്നത്. ഒരു പഴക്കടയിൽ കുട്ടകൾ മറിഞ്ഞു വീഴുന്നതിനിടയിൽ അതിൻ്റെ അടിയിൽ എവിടെയോ ഷൂസുകൾ നഷ്ടമാകുന്നു. കടക്കാരനെ പേടിച്ച് ഷൂസ് ഉപേക്ഷിച്ച് അലി ഓടുന്നതോടെയാണ് അവ എന്നേക്കുമായി നഷ്ടമാകുന്നത്. ഷൂസ് നഷ്ടമായ വിവരം അവൻ ബാപ്പയെയും ഉമ്മയെയും അറിയിക്കുന്നതേയില്ല. പുതിയതൊന്നും വാങ്ങാനാവാത്ത വിധത്തിൽ അയാൾ അതിദാരിദ്ര്യത്തിലാണെന്ന് അവനറിയാം. അവന് അടി കിട്ടുമെന്ന് കരുതിയും സഹോദരിയും ആ വിവരം ഒളിച്ചു വെച്ചു. അവൾക്ക് സ്കൂളിൽ പോകാനുള്ള ഷൂസാണിത്. അവൻ്റെ ഷൂസുകൾ അവൻ അവൾക്ക് നൽകി. അവൾക്ക് ഉച്ചയ്ക്ക് മുമ്പും അവന് ഉച്ചയ്ക്ക് ശേഷവുമാണ് ക്ലാസ്. കുറച്ച് അയവുള്ള ഒരു ഷൂസുമിട്ട് അനിയത്തി സ്കൂളിൽ നിന്ന് വരുന്നതും കാത്താലി ഒരുങ്ങിയിരിക്കും. അവളുടെ കാലിൽ നിന്ന് ഷൂസ് ഉരിയെടുത്ത് വേണം അവൻ അതിട്ട് കൊണ്ടുപോകാൻ. പിന്നെ അവൻ ഒരു ഓട്ടമാണ്. എന്നാലും അവന് സ്കൂളിലെത്തുമ്പോൾ എന്നും വളരെ താമസിക്കും. പ്രിൻസിപ്പലിൻ്റെ ശിക്ഷയൊക്കെ അവൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. അതിനിടയിലാണ് കുട്ടികളുടെ ഒരു ഓട്ട മത്സരത്തിൻ്റെ വിവരം അറിയുന്നത്. അതിൽ 3ാം സമ്മാനം ഒരു ജോഡി ഷൂസാണ്. അതോടെ അവൻ അധ്യാപകൻ്റെ പിറകെ നടന്ന് യാചിച്ച് സ്കൂൾ ടീമിൽ അംഗമായി. ഓട്ടത്തിൽ 3ാം സ്ഥാനത്തെത്താൻ അവൻ ആഗ്രഹിച്ചതെങ്കിലും അവസാന കുതിപ്പിൽ അവൻ എങ്ങനെയോ ഒന്നാമതായി. ഷൂസില്ലാതെ നിരാശനായി വീട്ടിലെത്തുന്ന അവനെ കാത്ത് അനിയത്തി ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദുഃഖിതനായ അലി ഷൂസിനുള്ളിൽ ഞെരുങ്ങി നീരു വന്ന പാദങ്ങൾ ചെറിയ കുളത്തിലെ ജലത്തിൽ മുക്കി വയ്ക്കുന്നു. ചെറുമീനുകൾ അവൻ്റെ ചുവന്നു വീർത്ത പാദങ്ങളിൽ അപ്പോൾ മുത്തമിട്ടു. മനസ്സിലൊരു വേദന അവശേഷിപ്പിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. രോഗിയായ ഭാര്യ, 3 കുട്ടികൾ, ജീവിക്കാൻ മതിയായി വരുമാനം ലഭിക്കാത്തൊരു ജോലി. ഈ അവസ്ഥയിൽ ഉരുകിയൊലിക്കുമ്പോഴും ചില മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന കുടുംബനാഥൻ. പിതാവിൻ്റെ ദാരിദ്ര്യവും ദൈന്യവും അറിഞ്ഞു ജീവിക്കുന്ന കുട്ടികൾ. സ്കൂളിൽ നിന്നൊരിക്കൽ തിരിച്ചോടി വരുമ്പോൾ തെരുവിലെ ഓടയിൽ സാറയുടെ ഷൂസ് വീണു പോകുന്നുണ്ട്. ഒഴുകിപ്പോകുന്ന ഷൂസിൻ്റെ പിറകെ നിലവിളിച്ചോടുന്ന നിസ്സഹായയായ അവളുടെ ദൃശ്യം ഏറെ സങ്കടകരമാണ്. ഒരു വൃദ്ധൻ അവൾക്ക് അത് എടുത്തു കൊടുക്കുന്നുണ്ട്. നനഞ്ഞ ഷൂസുമായി ഓടി ചേട്ടൻ്റെ അടുത്തെത്തുമ്പോഴേക്കും താമസിച്ചതിനുള്ള അവൻ്റെ കുറ്റപ്പെടുത്തലിൽ അവൾ കരഞ്ഞു പോകുന്നുണ്ട്. സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും പൊട്ടിത്തെറിച്ച അവൾ ഷൂസ് നഷ്ടപ്പെട്ട വിവരം പിതാവിനോട് പറയുമെന്ന് പറയുന്നു. അപ്പോൾ അലി പറയുന്നത് ഇങ്ങനെയാണ്: നീ പറഞ്ഞോളൂ, എനിക്ക് അടി കിട്ടുമെന്ന് പേടിച്ചല്ല ഞാൻ ഇതുവരെ ഈ വിവരം ബാപ്പയോട് പറയാത്തത്. പുതിയൊരെണ്ണം വാങ്ങിച്ചു തരാൻ അദ്ദേഹത്തിനെ കൊണ്ടാവില്ല. ആ ദുഃഖം എന്തിനാ അദ്ദേഹം സഹിക്കണമെന്ന് കരുതിയാണ്. നിനക്ക് വീട്ടിലെ സ്ഥിതി അറിഞ്ഞുകൂടെ? സാറ ജീവിതത്തിൻ്റെ ഒരു പാഠം കൂടി പഠിക്കുകയായിരുന്നു. അവൾ നിശബ്ദയായി. 2 കുട്ടികളുടെയും സ്കൂളിലേക്കുള്ള ഓട്ടവും തിരിച്ചുള്ള ഓട്ടവും കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള വൈകാരികതയുടെ ചില ദൃശ്യങ്ങൾ അപൂർവ അനുഭവങ്ങളാണ്. ഒരിക്കൽ സാറ തൻ്റെ നഷ്ടപ്പെട്ട ഷൂസ് അവളുടെ ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കണ്ടു. ഈ വിവരം സാറ അലിയോട് പറയുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ്: മറ്റു കുട്ടികൾ ആരും അറിയരുത്, അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും. നമുക്ക് നോക്കാം. അലിയും സാറയും കൂടി ആ പെൺകുട്ടിയെ അനുധാവനം ചെയ്ത് അവളുടെ വീട് കണ്ടുപിടിക്കുന്ന ഒരു രംഗം നമ്മുടെ ഉള്ളിൽ കരച്ചിലിൻ്റെയോ ആഹ്ലാദത്തിൻ്റെയോ തരംഗങ്ങൾ ഉയർത്തുന്നവയാണ്. അവർ കണ്ടെത്തുന്ന സത്യം കൂടുതൽ ദുഃഖകരമായ മറ്റൊരു ജീവിതാവസ്ഥയുടെ നിലവിളിയാണ്. ആ കുട്ടിയുടെ പിതാവ് അന്ധനായ ഒരു യാചകനാണ്. അയാൾക്ക് ചപ്പുചവറുകൾ ഇടുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഷൂസുകൾ ലഭിച്ചത്. തങ്ങളുടെ ഇതിനേക്കാൾ ദയനീയമായ മറ്റൊരു ജീവിതാവസ്ഥ കാണുമ്പോൾ ഈ കുട്ടികൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മറന്ന് സ്വന്തം ഷൂസ് തിരിച്ചു വാങ്ങാൻ മെനക്കെടാതെ, സഹപാഠിയെ അപമാനിക്കാതെ, ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്ന രംഗം മനുഷ്യരിലുള്ള വിശ്വാസവും നന്മയിലുള്ള പ്രതീക്ഷയും വർദ്ധിപ്പിക്കും. സ്വന്തം ജീവിതം കനത്ത മഴയിൽ കുതിർന്ന് വിറയ്ക്കുമ്പോഴും മറ്റു ജീവിതങ്ങളുടെ സങ്കടക്കെട്ടുകളിൽ നിന്ന് പൊഴിയുന്ന കണ്ണീരൊപ്പാൻ ഈ കുട്ടികൾ തയ്യാറാവുന്ന ദൃശ്യങ്ങൾ വളരെ ശക്തമാണ്. ഷൂസിന് വേണ്ടിയുള്ള അവരുടെ തിരച്ചിൽ എവിടെയോ പെയ്തു തീരുന്ന ഒരു സ്വപ്നം പോലെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്.